മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. നമ്മളത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ LED TV റിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും റിസ്ക് പിടിച്ച ഒരു സംഭവമാണ്. പക്ഷെ സംഭവം സിമ്പിളാണ്. അതായത് നമ്മൾ ബാക്ക് ലൈറ്റ് LED മാറ്റുന്നതാണ്. അതിൻ്റെ ഈ ഡിസ്പ്ലേ നമ്മൾ ഇളക്കി എടുക്കുമ്പോഴത്തേക്കാണ് വളരെയധികം ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ഓൾറെഡി അതിൻ്റെ സ്ക്രീൻ നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ട്രാൻസ്പെറൻസി വരുന്ന ആ വെള്ള ഇതാണ് നമ്മളടുത്ത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഡിസ്പ്ലേ നമ്മൾ പാനൽ കറക്റ്റ് ഇളക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച ഒരു ക്രാക്ക് വീണ സംഭവം നമ്മൾ TV എൻ്റെ അടുത്ത് കളയേണ്ടി വരും. അപ്പോൾ ഇത് ഇളക്കുന്ന വലിയ റിസ്ക്കാണ്. ആ ഒരു ഇളക്കി ഫിറ്റ് ചെയ്യുന്ന റിസ്ക് മാത്രമേ ഇതിനകത്തുള്ളൂ. ബാക്കിയെല്ലാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. നമ്മൾ ഈ ഷീറ്റും അതേപോലെ വളരെയധികം സൂക്ഷിച്ചെടുത്ത് മാറ്റി വയ്ക്കുക. ഇതിനകത്തൊരു സ്ക്രാച്ച് വീണാൽ പോലും നമ്മളടുത്ത് TV ഓണാക്കുന്ന സമയത്ത് ആ സ്ക്രാച്ച് ആയിട്ട് ലൈനായിട്ട് തന്നെ തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ നമ്മൾ അത് വളരെ ശ്രദ്ധിച്ച് തന്നെ ഇളക്കാൻ ശ്രമിക്കുക. ഇത് ഇളക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ പാനൽ കൂടെ ഭാഗത്തോട് ഏകദേശം 10 LED ആണോ 2 സ്ട്രിപ്പേ ഉള്ളൂ. അതിൻ്റെ സെയിം മോഡൽ കൊണ്ടുകൊടുത്താൽ നമ്മൾ ലോക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ ഇത് വാങ്ങാൻ കഴിയും. അധികം പൈസയൊന്നും ആവാതെ തന്നെ നമുക്കിത് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് നോക്കി ആമസോണിൽ ഒക്കെ ലഭ്യമാണ്. ഈ ഷീറ്റ് നമ്മൾ അഴുക്കൊന്നും പിടിക്കാതെ തന്നെ പൈ ഇളക്കി വയ്ക്കുക. ഇതിലിരുന്നതെന്ന് പറഞ്ഞാൽ ഇതിന് ബ്ലൂ സ്ക്രീനായിരുന്നു ഇതിൻ്റെ ഇഷ്യൂ. അതിൻ്റെ ആ ലൈറ്റ് കത്തുമ്പോഴത്തേക്ക് ഇത് കാണിച്ചു തരാം. ഇതെല്ലാം വളരെ ശ്രദ്ധയോടെ ഇളക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മളെല്ലാം സ്ട്രിപ്പ് നേരെ ഇളക്കിയെടുക്കുക. ഇതിപ്പോൾ നേരത്തെ ഇരുന്നത് നമ്മൾ കുത്തിയിളക്കി കളഞ്ഞത്, കാരണം ഇത് ഓൾറെഡി ഡാമേജ് ആയതാണ്. അതിനങ്ങ് ഇളക്കി കളഞ്ഞു. അതിൻ്റെ മോഡൽ നമ്പർ നമ്മൾ നോക്കി തന്നെ കൊണ്ടുപോയി നേരെ വാങ്ങാനുള്ളത്. അതാണ് നമ്മളിങ്ങനെ ബ്ലൂ ലൈറ്റ് ആയത്. അപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ ബ്ലൂ ആകുമ്പോൾ നമുക്ക് എന്തായാലും മാക്സിമം ഔട്ട്പുട്ട് കിട്ടൂല, ജസ്റ്റ് മങ്ങിയിരിക്കും. എന്തായാലും നമ്മളിത് മാറ്റാൻ വേണ്ടി ഇതിനെ ഇളക്കി മാറ്റുന്നതാണ്. നമ്മൾ ലോക്കൽ ഷോപ്പിൽ നിന്ന് പുതിയ സ്ട്രിപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് നല്ല സൂപ്പർ ഗ്ലൂ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ എന്തായാലും ഒട്ടിച്ച് പിടിക്കുകയാണല്ലോ. കണക്റ്റെല്ലാം അതേ കണക്ക് തന്നെ കിട്ടും. ഇതിനകത്ത് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതെല്ലാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇതെല്ലാം കണക്ട് ചെയ്ത് നമുക്കത് ഒട്ടിക്കുന്നതിന് മുമ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓണാക്കി വൈറ്റ് ലൈറ്റ് വന്ന് പിന്നെ അതിൻ്റെ കറക്റ്റ് സ്ലോട്ടിലെടുത്ത് ഒട്ടിക്കുകയാണ് വേണ്ടത്. ഒട്ടിക്കാനെല്ലാം സിമ്പിളായിട്ട് നമുക്ക് പറ്റും. സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ ഏത് ലെയറാണ് നമ്മളിങ്ങനെ അടയ്ക്കാതെ 1 by 1 ആയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുക. അത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇതും വെച്ച് അടുത്ത നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സ്ക്രീൻ എടുത്ത് വയ്ക്കുമ്പോഴാണ് വളരെയധികം ശ്രദ്ധിക്കാറുള്ളത്. വളരെ സൂക്ഷ്മയോടെ നമ്മൾ ചെയ്യേണ്ട സംഭവമാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഇതിലെന്തെങ്കിലും പറ്റിയാൽ നമ്മളെ ഫുൾ പണിയും പാഴായിപ്പോവും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ സ്ക്രൂ ഇട്ടിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് മാത്രം നമുക്ക് ചെക്ക് ചെയ്താൽ മാത്രം മതി. സക്സസ് ആയി കാണുമ്പോൾ തന്നെയാണ് നമ്മുടെ വിചാരം. എന്തായാലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. പക്ഷേ ഈസി എന്ന് വെച്ചാൽ അത്ര ഈസി അല്ല. ശ്രദ്ധിക്കുക, വളരെ പണി കിട്ടുന്ന ഒരു സംഭവമാണ്. സ്ക്രീൻ വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.